കറാച്ചി മോദി കത്തിച്ചേനെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ MP പ്രസംഗിച്ചതാണ്. ആ സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ അഭിനന്ദ് വർദ്ധമാൻ എന്ന് പറയുന്ന പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ച സമയത്ത് മോദി തീരുമാനമെടുത്തു, അഭിനന്ദ് വർദ്ധമാനിൻ്റെ ഒരു രോമത്തിനെങ്കിലും കേടുപറ്റിയാൽ, അദ്ദേഹത്തിനെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ കറാച്ചിയും ഇസ്ലാമാബാദും ലാഹോറും റാവൽപിണ്ടിയുമൊക്കെ ചുട്ടു ചാമ്പലാക്കാൻ വേണ്ടി മിസൈലുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ അങ്ങോട്ട് എയിം ചെയ്തു വെക്കാൻ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ MP പ്രസംഗിച്ചത്. സത്യത്തിൽ അത് ശരിയുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വർദ്ധമാനെ തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ വിവരമറിയുമെന്നുള്ള മോദിയുടെ മൂർച്ചയുള്ള ശബ്ദം ലോകം കേട്ട ഉടൻ വർദ്ധമാൻ അവിടെ ഇരുന്ന് ആ മീശയൊക്കെ വെച്ചിട്ട് വർദ്ധമാൻ ചായ കുടിക്കുന്ന ഒരു വീഡിയോ പാകിസ്ഥാൻ റിലീസ് ചെയ്തത്. സാധാരണ മുമ്പൊക്കെ നമ്മുടെ ഭടന്മാർ പാകിസ്ഥാൻ്റെ പിടിയിൽപ്പെട്ടാൽ അവരെ ചെയ്യാവുന്ന എല്ലാ ഭേദ്യവും ചെയ്ത് കണ്ണുകൾ വരെ ചൂഴ്ന്നെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ പട്ടാളം. പക്ഷേ സുരക്ഷിതമായി വർദ്ധമാനെ തിരിച്ചു തന്നു. കാരണം മോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വീട്ടിൽ കയറി അടിക്കും എന്ന് മോദി പറഞ്ഞാൽ വീട്ടിൽ കയറി അടിച്ചിരിക്കും എന്ന് തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വർദ്ധമാൻ പാകിസ്ഥാനിൽ വീണുപോയത്. അതിൻ്റെ ഓർമ്മ പാകിസ്ഥാന് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ വാർത്ത കറാച്ചി കത്തിയിരിക്കുന്നു. കറാച്ചിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. കറാച്ചിയിൽ സിന്ധ് റേഞ്ചേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു പാരാമിലിറ്ററി ഉണ്ട്. നമ്മുടെ BSF പോലെ അല്ലെങ്കിൽ CRPF പോലെ ഉള്ള പാകിസ്ഥാൻ്റെ വളരെ എലീറ്റ് ആയിട്ടുള്ള ഒരു സേനാ വിഭാഗമാണ് സിന്ധ് റേഞ്ചേഴ്സ്. സിന്ധ് റേഞ്ചേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ ഇടിച്ച് തകർത്ത് ഒരു വാഹനം അകത്തോട്ട് കയറുന്നു. എന്നിട്ട് ആ വാഹനത്തിൽ ഇരുന്ന് തുരുതുര ഗ്രനേഡുകൾ വലിച്ചെറിയുന്നു. എന്നിട്ട് അതിൽ നിന്ന് കുറേ ആളുകൾ ഇറങ്ങി കാണുന്നവരെയൊക്കെ വെടിവെക്കുന്നു. അങ്ങനെ 90 മിനിറ്റ് ഈ വാഹനത്തിൽ വന്ന ആളുകളും, പാകിസ്ഥാൻ പറയുന്നു ഭീകരന്മാരാണെന്ന്. ഞാൻ ഭീകരന്മാർ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് ഞാൻ പറയും. കാരണം കാശ്മീരിലെ ഭീകരന്മാർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പാകിസ്ഥാന് പറയാമെങ്കിൽ പാകിസ്ഥാനിൽ കയറി പണി കൊടുക്കുന്നവന്മാരെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയാൻ നമ്മളെന്തിനാണ് പഠിക്കുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് പാകിസ്ഥാൻ പട്ടാളം ഏറ്റുമുട്ടി. അവരിൽ 6 പേർ കൊല്ലപ്പെട്ടു, ഒരാളെ പിടികൂടി. ഏതാണ്ട് 1 ഡസനോളം പാകിസ്ഥാൻ പട്ടാളക്കാരും കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. പാകിസ്ഥാൻ പറഞ്ഞ് ഞങ്ങളുടെ 4 പേരെ മരിച്ചുള്ളൂ. ഏതായാലും സിന്ധ് റേഞ്ചേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർന്നു എന്ന് മാത്രമല്ല, ആ മേഖലയിലെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു, വൈദ്യുതി വിച്ഛേദിച്ചു. പാകിസ്ഥാനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൽ. കറാച്ചിയിൽ ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. കറാച്ചിയിൽ 2 വർഷം മുമ്പാണ് 2 ചൈനീസ് എഞ്ചിനീയർമാർ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഒരാൾ അടുത്ത് ചെന്ന് ചാവേറായിട്ട് പൊട്ടിത്തെറിച്ചു. ചൈനയിലെ എഞ്ചിനീയർമാർ, ചൈനയിൽ ഈ ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ ചൈനയുമായി ചേർന്നിട്ട് ഇവർ വലിയ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടല്ലോ. അതിന് വന്ന ചൈനയിലെ മുന്തിയ എഞ്ചിനീയർമാരായിരുന്നു. അന്ന് ചൈന പണി നിർത്തിയതാണ്. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങളുടെ പട്ടാളത്തെ ഞങ്ങളയക്കും, അല്ലെങ്കിൽ സേഫ്റ്റി ഉറപ്പാക്കിയിട്ട് മാത്രം പണി തുടരാം എന്ന് പറഞ്ഞ് ചൈന അന്ന് പിന്മാറിയിരുന്നു. അതിനുശേഷം 2023 ഇതേപോലെ കറാച്ചിയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അതിനുശേഷം ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആക്രമണം ഇതാണ്. ഇത് നമ്മുടെ ഇവിടെ നാട്ടിൽ പാകിസ്ഥാൻ ചെയ്തിരുന്ന അതേ പണിയാണ്. ഇവിടെ പത്താൻകോട്ടിലെ നമ്മുടെ എയർബേസ് ആക്രമിക്കും, ഉറി സൈനിക താവളം ആക്രമിക്കും. എന്നിട്ട് ഇവന്മാർ അവിടെ നോക്കി അതിർത്തിക്കപ്പുറത്തിരുന്ന് ഇന്ത്യയിൽ ഉണ്ടാവുന്ന കെടുതികൾ കണ്ട്, നമ്മുടെ ജവാന്മാരുടെ, നമ്മുടെ സിവിലിയൻസിൻ്റെ മരണം കണ്ട് ഇവർ വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുമായിരുന്നു. ഇപ്പോൾ അതേ പണി തിരിച്ചു കിട്ടി മോങ്ങിക്കൊണ്ടിരിക്കുക മാത്രമല്ല, കാരണം കാഷ്വാലിറ്റി വലുതാണ്. അതുകൊണ്ടാണല്ലോ ബിട്ടായി, ഈ സിന്ധ് റേഞ്ചർമാരുടെ ബിട്ടായി വിങ് എന്ന് പറയുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് അത് ഉള്ളത് ജനസാന്ദ്രതയേറിയ ഗുലിസ്ഥാൻ ജൗഹർ എന്ന് പറയുന്ന ഏരിയയിലായിരുന്നു ഇന്നലെ ആക്രമണം നടന്നത്. പാകിസ്ഥാൻ ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും കാര്യമായി പുറത്തേക്ക് വിടുന്നില്ല. ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട്. ദേശീയ ചാനലുകൾ പറയുന്നത് മലയാളത്തിലെ ഇതൊന്നും കാര്യമായിട്ട് വാർത്തയൊന്നും കൊടുക്കുന്നില്ല. കാരണം പാകിസ്ഥാന് എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ ഒരുപാട് പേർക്ക് നൊമ്പരം വരുമല്ലോ. കാരണം നമ്മുടെ പലരുടെയും ആളുകളുടെ വാഗ്ദത്ത ഭൂമിയും സ്വപ്നഭൂമിയും ഒക്കെ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്തെങ്കിലും പറ്റിയാൽ നൊമ്പരം കൊള്ളുന്ന ഒരുപാട് പേർ ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ വേഷത്തിലും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട്
ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ അധികം പുറത്തേക്ക് വിടത്തില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വാർത്ത ഇന്ത്യ ലൈവിൽ നമ്മൾ വളരെ വിശദമായി പറയുന്നത്. ചില പൊട്ടും പൊടിയുമൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ സംഭവിച്ചെന്താണെന്നറിയോ? അതിനുശേഷം പാകിസ്ഥാൻ പറഞ്ഞു ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ജമാഅത്തുൽ അഹ്റാർ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ്. ഈ ഭീകര സംഘടന ഇന്ത്യയുടെ പ്രോക്സിയാണ് എന്ന് പാകിസ്ഥാൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി മോഹ്സിൻ നഖ്വി പറഞ്ഞിരിക്കുന്നു, പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ പ്രോക്സികളെ ഉപയോഗിച്ച് പാകിസ്ഥാനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് കറാച്ചിയിലെ ഈ സ്ഫോടനവും സിന്ധ് റേഞ്ചേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള ആക്രമണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു അയൽ രാജ്യം ഇവർക്ക് പണവും ആയുധങ്ങളും നൽകുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ആ പ്രവിശ്യയിലെ മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിരന്തരം ചെയ്യുന്നതുപോലെ പാകിസ്ഥാനിലൊരു ആക്രമണം ഉണ്ടായി ഇന്ത്യയുടെ തലയിലേക്ക് ഇട്ടു. ഈ ജമാഅത്തുൽ അഹ്റാർ എന്ന് പറയുന്ന ഈ സംഘടന ഒരു ഭീകര സംഘടനയാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ ഇന്ത്യ പറയുന്നത് അത് TTPയുടെ തഹ്രീക്ക് ഇ താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ മറ്റൊരു വിങ്ങാണ് ഈ ജമാഅത്തുൽ അഹ്റാർ. അതിന് ഇന്ത്യയായിട്ടൊരു ബന്ധമില്ല. ഇനി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ താലിബാനുമായിട്ടാണ്. അപ്പോൾ ഉടനെ പാകിസ്ഥാൻ അതന്നെ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ താലിബാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താരാ? ഇന്ത്യ. ഞങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധമാണ്. അപ്പോൾ താലിബാൻകാരുടെ ലക്ഷ്യം പാകിസ്ഥാനെ തകർക്കുകയാണ്. അപ്പോൾ താലിബാൻ ബന്ധമുള്ള ആരെങ്കിലും ആക്രമണം നടത്തിയാൽ അത് ഇന്ത്യ ആയിരിക്കും. ഈ പാകിസ്ഥാൻ്റെ അറിവിലേക്കാണ് നമ്മൾ ഈയിടെ 20 ആംബുലൻസുകൾ അഫ്ഗാനിസ്ഥാന് കൊടുത്തിരുന്നു. 20 ആംബുലൻസുകൾ. അപ്പോൾ പാകിസ്ഥാനിലെ ചില പത്രങ്ങൾ പറഞ്ഞെന്നറിയോ, 20 ആംബുലൻസുകളിൽ നിറയെ ഭീകരന്മാർക്ക് കൊടുക്കാനുള്ള ആയുധവും പണവും ഇന്ത്യ കടത്തി. ഇത് നേരത്തെ ഇന്ത്യ കേട്ടിട്ടുണ്ട്. അരക്കൻ ആർമിയില്ലേ, മ്യാൻമറിൽ പോരാട്ടം നടന്ന റഖൈൻ മേഖലയൊക്കെ പിടിച്ചെത്തിയ അരക്കൻ ആർമിക്ക് വലിയ ഭക്ഷണത്തിൻ്റെ ക്ഷാമമൊക്കെ ഉണ്ടായി. ആ സമയത്ത് ആ മേഖലയിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു കപ്പൽ നിറയെ സിത്വേ പോർട്ടിൽ നമുക്ക് ചില താല്പര്യങ്ങളുണ്ട്. കലാദാൻ പ്രൊജക്റ്റ് ഇന്ത്യക്ക് ഈ ചിക്കൻ നെക്കിന് ബദലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. കലാദാൻ പ്രൊജക്റ്റിൽ വളരെ നിർണായകമായ കേന്ദ്രമാണ് സിദ്വേ. അത് അരക്കൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടേക്ക് നമ്മളൊരു കപ്പൽ നിറയെ ഉരുളക്കിഴങ്ങ് കയറ്റി അയച്ചു. അവർക്ക് ഉരുളക്കിഴങ്ങാണ് അവരുടെ പ്രധാനപ്പെട്ട ആഹാരം. പക്ഷേ അതിനുശേഷം ചില ആളുകളൊക്കെ പറഞ്ഞു, ഇന്ത്യ ഉരുളക്കിഴങ്ങ് കപ്പലിൽ അയച്ചതിന് ശേഷം അരക്കൻ ആർമിയുടെ രൂപവും ഭാവവും മാറി, അവരുടെ യൂണിഫോം മാറി, വള്ളിച്ചെരുപ്പ് ഇട്ട് നടന്നവരൊക്കെ ഇപ്പോൾ മിലിറ്ററി ബൂട്ടുകൾ ഉപയോഗിക്കുന്നു, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നു, കയ്യിൽ നല്ല തോക്കൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് തന്നെയാണോ ഇന്ത്യ കൊടുത്തത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് അഫ്ഗാനിസ്ഥാന് നമ്മൾ 20 ആംബുലൻസുകൾ കൊടുത്തപ്പോൾ അതിനകത്ത് നിറയെ അട്ടിയായിട്ട് പണവും ആയുധങ്ങളുമാണ് ഇന്ത്യ കൊടുത്തതെന്ന് ഈ പാകിസ്ഥാനികൾ പറഞ്ഞു പരത്തി. ഏതായാലും ഈ TTP നല്ല പണി കൊടുക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ മേഖലയിൽ അവരും പണി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നലത്തെ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഞാൻ വലിയ തോതിൽ സന്തോഷിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം വാർത്തകൾ കേൾക്കാൻ. നിങ്ങൾക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ എത്ര ഭടന്മാരുടെ ചോരയാണ് ഇവർ ഒഴുക്കിയത്. നമ്മുടെ രാജ്യത്തിന് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ഈ അയൽപ്പക്കത്തെ ഈ പന്നി രാജ്യം കൊണ്ട്. അവർക്ക് അവരുടെ പാട് നോക്കി ജീവിച്ചാൽ പോരെ. രാജ്യം ചോദിച്ച് വാങ്ങി പിന്നെ സമാധാനത്തോടെ അവൻ്റെ പണി നോക്കി പോകുന്നതിന് പകരം ഇന്ത്യയിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കുക എന്ന തരത്തിൽ ഇവിടെ വർഗീയ പ്രശ്നം ഉണ്ടാക്കുക, ഇവിടുത്തെ പാകിസ്ഥാൻ മാതൃഭൂമിയാണെന്ന് കരുതി ഇവിടെ തന്നെ തുടരുന്ന ആളുകൾക്ക് അവരെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെ. നിങ്ങൾ ഈ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഉണ്ടായി, 14 നിങ്ങളുടെ ഈ പന്നിസ്ഥാൻ ഉണ്ടായി, അന്ന് മുതൽ ആരംഭിച്ചതല്ലേ ഈ പരിപാടി. ഇത് നിങ്ങൾ നിർത്താത്തിടത്തോളം കാലം ഇന്ത്യയുടെ ഈ ശത്രുവിന് പറ്റുന്ന ഓരോ അപകടവും പ്രിയപ്പെട്ടവരെ ദേശാഭിമാനികളായ നമുക്ക് ആഘോഷമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ മോദിയാണോ ഇന്ത്യയാണോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഞാനൊരു കാര്യം പറയും, മോദി ഡോവലിൻ്റെ തിയറി നടപ്പാക്കുന്ന ആളാണ്. അടി വാങ്ങിച്ചുകൊണ്ട് മോങ്ങിക്കൊണ്ടിരുന്ന് പ്രതിഷേധ പ്രസ്താവന ഇറക്കുന്ന ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അടിച്ചാൽ തിരിച്ചടിക്കും. 1 തന്നാൽ 10,000 തിരിച്ചു കൊടുക്കും, ഉറപ്പാണ്. വേണ്ടി വന്നാൽ വീട്ടിൽ കയറി അടിക്കും. ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്നുള്ള നിലപാട് പോലും നമ്മൾ മാറ്റുകയാണെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പലതവണ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഓർത്താക്കൊള്ളാം,
നിങ്ങൾ ചെയ്യുന്ന പണി വേണ്ടി വന്നാൽ അതിനേക്കാൾ വൃത്തിയായി ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഡോവൽ വർഷങ്ങളാണ് ലാഹോറിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കറാച്ചിയിലുമൊക്കെ താമസിച്ചത്. ഡോവൽ മാത്രമല്ല, ഡോവലിനെ പോലെ പലരുമുണ്ട്. കേണൽ പുരോഹിത്, ഇവർക്കൊക്കെ പാകിസ്ഥാൻ്റെ ഭൂപടം ഉള്ളം കൈയിലെ രേഖകൾ പോലെ ഹൃദിസ്ഥമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ കത്തട്ടെ, അവർ നിലവിളിക്കട്ടെ, അവരത് മോദിയാണ് അതിന് പിന്നിലെന്ന് പറയട്ടെ, അജിത് ഡോവലാണെന്ന് പറയട്ടെ, ഇന്ത്യയാണെന്ന് പറയട്ടെ. നമ്മുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വളരെ ക്ലീനായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കൊന്നും അറിയില്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഭീകരവാദത്തെ അടിച്ചമർത്താനുള്ള പദ്ധതികൾ നിങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുക. നിങ്ങളിങ്ങനെ ഭീകരവാദികളെ വളർത്തിക്കൊണ്ടിരുന്നാൽ ഭീകരവാദികൾ അവസാനം നിങ്ങൾക്കിട്ടും പണി തരും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രാജ്യത്ത് ഭീകരവാദം ഉണ്ടെങ്കിൽ അതിന് വെള്ളവും വളവും കൊടുക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടും മുമ്പ് ഭീകരതയ്ക്കെതിരെ വിശ്വസനീയമായ നടപടികൾ എടുക്കുകയാണ് വേണ്ടതെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. ഏതായാലും കളി നടക്കട്ടെ, അടി നടക്കട്ടെ. നമുക്ക് ഗാലറിയിൽ നിന്ന് കാണാം. മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.